അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി സയ്യിദിന മുഹമ്മദ് അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ ഇതുവരെ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും താരീഖാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ സദറുൽ അവ്വലിലെ അവസ്ഥ എന്തായിരുന്നു എന്നും അതിൻ്റെ വസനിനെ അവർ കണക്കാക്കിയ വിധവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അടിയാധാരം എന്ന് പറയും പോലെ ഇപ്പം നമുക്ക് വളരെ സൗകര്യമായി. കാരണം ഡിജിറ്റൽ ത്രാസ് വന്നു. ആ രൂപത്തിലുള്ള ഒരു ദീനാറ് നമുക്ക് ലഭ്യമായാൽ വിഷയങ്ങളിൽ എളുപ്പമായി. എന്നാലും നമ്മൾ അതിൻ്റെ മാഖബിലുള്ള ബേസുകൾ അറിയേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്രയും നമ്മൾ മുഖദ്ദിമ സംസാരിച്ചത്. കാരണം വിഷയങ്ങൾ വരുന്ന അവസരത്തിൽ അവിടേക്ക് പോയാണ് നമ്മൾ അത് സ്ഥിരീകരണം നടത്തേണ്ടത്. ദീനാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 72 ഹബ്ബത്ത് ഷഈർ ആണ് അതിൻ്റെ വസ്ന്. ദിർഹമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ ദീനാറിൻ്റെ 7 ഉശ്റുകളാണ്, അഥവാ 50 ഹബ്ബത്തും ഖുംസ ഹബ്ബത്തുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ അസൽ നമ്മളെടുക്കൽ മനസ്സിലായി കഴിഞ്ഞത് കൊണ്ട് തന്നെ എപ്പോൾ അത് വെച്ച് നമുക്ക് സ്ഥിരീകരണം നടത്തുകയും ചെയ്യാം. ഇന്ന് നമുക്ക് സുഖമാണ്. നമ്മൾ 29-ാം പേജിലാണുള്ളത്. വബിന്നിസ്ബതി ഇലൈന ഹൈസു തവഫറത് ലനാ ദനാനീറു ബിസന്തിയ്യത്തുൻ വദനാനീറു ഇസ്ലാമിയ്യത്തുൻ ഫി മതാഹിഫിൽ ആലം. ലോകത്തെ പല മ്യൂസിയങ്ങളിൽ ഇന്ന് ബീസന്തിയൻ ദീനാറുകളും ഇസ്ലാമിക് ദീനാറുകളും ലഭ്യമായ സ്ഥിതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയാണ് ലഭ്യമായത്? കമുത്ഹഫിൽ ഫന്നിൽ ഇസ്ലാമി ബിൽ ഖാഹിറ, അൽ ഫന്നുൽ ഇസ്ലാമി ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം കൈറോ, വൽ മുത്ഹഫിൽ വതനി അൽ ഇറാഖി ഇറാഖിലെ നാഷണൽ മ്യൂസിയം, വമജ്മുഅത്തി ദുക്തൂർ മുഹമ്മദ് അൽ ഹുസൈനി അൽ കുവൈറ്റി കുവൈത്തുകാരൻ ഡോക്ടർ മുഹമ്മദ് ഹുസൈനിയുടെ ശേഖരം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാണയശേഖരണക്കാരനാണ് അദ്ദേഹം. ഇവകളിലൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് ദീനാറുകൾ. വഅലിംന ഔസാനഹ ബിന്നിളാമിൽ മിത്രി, മെട്രിക് സിസ്റ്റം അനുസരിച്ച് അതിൻ്റെ വസ്നുകൾ നമ്മൾ അറിയുകയും ചെയ്ത സ്ഥിതിക്ക് സഹുല ലനൽ അംറു കുല്ലു, കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്. ഫഇന്ന ദീനാറ 4 ഗ്രാം കമാ ഖദ്ദംന വഖദ് ഖാലു, ദീനാറ് 4.25 ഗ്രാമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വഖദ് ഖാലു അന്ന 7 മസാഖീല തുസാവി 10 ദറാഹിം, 7 മിസ്ഖാല് 10 ദിർഹം നമ്മൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഫനുദിരിക്കു അന്ന ദിർഹം ശർഇയ്യ വസ്നുഹു 2.975 2.975 ഗ്രാമാണ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മനസ്സിലാക്കിയ രൂപ 7 × 4.25 29.75, 10 കൊണ്ട് ഹരിച്ചാൽ 2.975. അതാണല്ലോ പുസ്തകത്തിലെ നിങ്ങളുടെ കയ്യിലില്ലേ പുസ്തകം? അതിൽ തിരിച്ചാ വരുന്നതല്ലേ? അതെ, 30-ാം പേജിൽ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ദീനാറ് കിട്ടിയപ്പോൾ അതിനെ നമ്മൾ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ 29.25 കിട്ടി. 4.25 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ 29.25 അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ ഒരു പോയിന്റ് ഇപ്പറിട്ടാൽ 2.975. ഇതാണ് നമ്മളുടെ ദിർഹമിൻ്റെ ഗ്രാം ആക്കിയാലുള്ള വസന, 2.975. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദീനാറിൻ്റെ വസന് ഗ്രാമിൽ കിട്ടി, ദിർഹമിൻ്റെ വസനും ഗ്രാമിൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതനുസരിച്ച് നമുക്ക് ചില തത്ബീഖുകൾ അപ്ലൈ ചെയ്യാം. ഫിഖ്ഹിൽ വസനുമായി ബന്ധപ്പെടുന്ന ഹക്കാമിലേക്കൊക്കെ നമ്മൾ ഈ കിട്ടിയ 2 അപ്ലൈ ചെയ്താൽ ഒരുപാട് പരിഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ വിഷയത്തിൻ്റെ കാതലിലേക്ക്, അതിൻ്റെ ഫലങ്ങളിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നിസാബുൻ നഖ്ദൈനി. നമ്മൾ കിട്ടിയ ചില കിതാബുകളുടെ ഇബാറത്ത് കൊടുത്തിട്ട് നമ്മളത് മനസ്സിലാക്കി തരികയാണ്.
ഒന്ന് നിസാബുൽ ഫില്ലത്തി മിഅത്താ ദിർഹമിൻ വദ്ദഹബി 20 മിസ്ഖാലൻ ബിവസ്നി മക്കത്ത കൻസുർ റാഗിബീൻ. നമ്മളെ മഹല്ലി ഇമാമിൻ്റെ ശറഹ് മിൻഹാജിൻ്റെ നിസാബുൽ ഫില്ലത്തി മിഅത്താ ദിർഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫില്ലത്തിൻ്റെ നിസാബ് 200 ദിർഹമാണെന്നാണ് നമ്മളെ കിതാബിൽ ഫത്തുൽ മുഈനിൽ അങ്ങനെ തന്നെ 200 ദിർഹമാണ്. അപ്പോൾ 200 ദിർഹം എന്ന് കിതാബ് പറഞ്ഞാൽ അതിൻ്റെ നിസാബ് ഗ്രാമിൽ എത്രയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് 200 ഇൻറ്റു 2.975 സമം 595. എത്ര കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. ഇതിനിപ്പോൾ ഇനി ആരെങ്കിലും ക്രോസിങ് കൊണ്ടുവരുമോ? വരാൻ കഴിയൂലല്ലോ. നമ്മുടെ അടുക്കൽ പ്രമാണമില്ലേ? ഇസ്ലാമിക് ദീനാറുകൾ ഇന്ന് മഹ്ഫൂളാണ്. നിങ്ങൾക്ക് ഇറാഖിൽ പോയാൽ കാണാം, മിസ്റിൽ പോയാൽ കാണാം. അതിനെ നമ്മൾ സ്ഥിരീകരിക്കാൻ 72 ഹബ്ബത്ത് ഷൈർ വെച്ച് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. അത് ഇജ്മാഉള്ള വിഷയമാണ്, ഒരു ദീനാർ എത്രയാണ് എന്നുള്ളത്. അത് കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ 7 ഉശ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് പാസാക്കി? ദിർഹമിൻ്റെ വസൂലും നമുക്ക് കിട്ടി. അപ്പോൾ 200 ദിർഹം ആണ് നിസാബ് എന്ന് പറയുമ്പോൾ 200 ഇൻറ്റു 2.975 സമം 595. ഈ 2.975 എന്നുള്ളത് നമുക്ക് മനസ്സിലായത് പറഞ്ഞല്ലോ. നിസാബ് ദഹബി 20 മിസ്ഖാലൻ. ദഹബിൻ്റെ നിസാബ് 20 മിസ്ഖാലാണ്. അത് കിട്ടി. 20 ഇൻറ്റു 4.4 85 ഗ്രാമാണ്. അപ്പം നിസാബുകൾ കിട്ടി. അടുത്തത് റിത്തുലു ബഗ്ദാദ. ബഗ്ദാദി റാത്തൽ എത്രയാണ്? അൽ അസ്ഹു അന്ന റിത്തുല ബഗ്ദാദ 128 ദിർഹമൻ വ 4 അസ്ബാഇ ദിർഹമിൻ. കൻസുർ റാഗിബീൻ തന്നെ 128 4 സുബുകൾ അല്ലേ? 128 4 സുബുകൾ, ഒരു ദിർഹമിൻ്റെ 4 സുബുകൾ. ഇതാണ് ബഗ്ദാദി റാത്തലിൻ്റെ വസ്ന്. അപ്പോൾ 0.5714 എന്ന് അവിടെ കൊടുത്തത് എന്താണ്? അത് 4 സുബുഴിൻ്റെ മാനയാണ്. നിങ്ങൾ 4 ഹരിക്കണം 7 എന്ന് അടിച്ചാൽ കിട്ടുന്ന ജവാബാണത്. 4 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ 0.5714 എന്നാണ് വരിക. അപ്പോൾ 128ഉം അത്രയും വേണ്ടേ? 128.5714. അതാണ് 128 4/7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ എഴുത്തിൽ ഇങ്ങനെ നമ്മളത് ഭിന്നസംഖ്യ മാറ്റിയിട്ട് അതിൻ്റെ ദശാംശാക്കിയാൽ അങ്ങനെയാണ് കിട്ടുക. അത്രയും ദിർഹമുകൾ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദിർഹമിൻ്റെ വസന് നമ്മളെ കയ്യിലുണ്ടല്ലോ 2.975. അപ്പോൾ നമ്മൾ 128.5714 അഥവാ 128 ദിർഹം 4 സുബ്, ദിർഹമിൻ്റെ 4 സുബുകൾ. അതിനെ നമ്മൾ എന്താക്കുകയാണ്? ഗ്രാമവൽക്കരിക്കണമെങ്കിൽ അതിനെ നമ്മൾ 1 ദിർഹമിൻ്റെ ഗ്രാമിൽ ഗുണിക്കണ്ടേ? അതാണ് 2.975. അപ്പോൾ കിട്ടുന്ന ജവാബാണ് 382.5 382.5 ഗ്രാം നമുക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. 382.5 നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ എന്താ കിട്ടിയത്? റിത്തുലിൻ്റെ വസനാണ് കിട്ടിയത്. ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഗ്രാമാണെന്ന് മനസ്സിലായി. റിത്തുൽ ബഗ്ദാദി 382 എന്ന് മനസ്സിലായി. ഇത് നമുക്ക് മറ്റൊരു നിലക്കും ഹിസാബ് ചില കിതാബിലുണ്ട്. അതേതാണ്? വഹുവ ഐ റിത്തുൽ ബഗ്ദാദ 90 മിസ്ഖാലൻ എന്ന് മജ്മൂഇലുണ്ട്. അത് റെഡി തന്നെയാണ്. അപ്പോൾ 90 മിസ്ഖാൽ, 90 ഇൻറ്റു മിസ്ഖാലിൻ്റെ വസന നമ്മൾ എടുക്കൽ. ഇപ്പോൾ ദിർഹമിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ദീനാറിലൂടെയും പറഞ്ഞുതരാം. റിത്തുൽ ബഗ്ദാദ് 90 ദീനാറാകുന്നു. ശറഉൽ മദ്ഹബിൽ അങ്ങനെ ഉണ്ട് എടുത്തേൽ. റെഡി തന്നെ. 90 ഇൻറ്റു 4.4 382 തന്നെയാണ്. നഫ്സു ഷൈ ആണ്. അശ്ശൈഉ നഫ്സുഹു ആണ്. അൽ ഖുല്ലത്താനി. അടുത്ത നമ്മൾ ഖുല്ലത്താനിയെ കുറിച്ച് പറയാം. ഖുല്ലത്താനി നമ്മൾ കണക്കാക്കൽ റിത്തുൽ മുഖേനല്ലേ? റിത്തുൽ കിട്ടിയല്ലോ 382 ഗ്രാം. അപ്പോൾ 500 റാത്തൽ എന്നല്ലേ പറയൽ? 500 ഗുണിച്ചാൽ മതിയല്ലോ, വിഷയം കഴിഞ്ഞു. വൽ ഖുല്ലത്താനി 500 റിത്തുലിൻ ബഗ്ദാദിയത്തിൻ അഖദൻ മിൻ റിവായത്തിൽ ബൈഹഖി വഗൈരിഹി ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി ബിഖിലാലി ഹജർ ലം യുനജ്ജിസ്ഹു ഷൈ. കൻസുർ റാഗിബീൻ. അപ്പോൾ 500 റാത്തൽ എന്ന് പറഞ്ഞാൽ 500 ഇൻറ്റു 382. അപ്പോൾ 1,91,250 ഗ്രാമാണ്.
500 റാത്തൽ എന്ന് പറഞ്ഞാൽ വസ്ന് ഗ്രാം വൽക്കരിച്ചാൽ, അത്ര ഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാമാണ് കിലോ എന്ന് നമുക്കറിയാലോ. അപ്പോൾ 1000 കൊണ്ട് ഹരിച്ചാൽ 3 സ്ഥാനം ഇപ്പോൾ ഒരു ദശാംശം ഇട്ടാൽ മതി, ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 191.4 കിലോഗ്രാം അത്രയാണെന്ത്. അപ്പോൾ 191.4 കിലോ ഉണ്ടായാൽ അത് 2 കൊല്ലത്ത് വെള്ളമായി. വസനാണ് നമ്മൾ പറഞ്ഞത്, വസന പറഞ്ഞത്. ഇനി നമ്മൾ കയ്യിലിൽ നമ്മൾ പറയും അത് തന്നെയാണ് 191.4 ലിറ്ററുമാണ് എന്ന് പറയും. കാരണം വെള്ളത്തിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നത്. പാലിനെക്കുറിച്ചും അതുപോലെ തേനിനെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ കഴിഞ്ഞുള്ളതില്ല. വെള്ളം പിന്നെന്താണ്, അതിൻ്റെ അളവും അതിൻ്റെ ഭാരവും സെയിം ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളം 1 കിലോഗ്രാം ആയിരിക്കും. 1 കിലോഗ്രാം വെള്ളം 1000 mg 1000 ml ആയിരിക്കുമെന്നർത്ഥം വെള്ളത്തിൽ. ഇനി നമ്മൾ പറയാണ് മുദ്ദിൻ്റെ വസ്ന് പറഞ്ഞു തരാണ്. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മക്കീലാണെന്നും മുദ്ദ് കൊടുക്കണമെന്ന് പറഞ്ഞിടത്ത് മുദ്ദ് പാത്രത്തിൽ അളന്നാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ശരിക്കും പറയാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പല സ്ഥലത്തും മുദ്ദിനെ വസ്ന് കൊണ്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യകത വരുന്നത് കൊണ്ട്. കാരണം മുദ്ദ് പാത്രം കിട്ടാത്തവല്ല എന്തിങ്ങനെ ഇപ്പോൾ കൊടുക്കുക, അതിനു വേണ്ടി ഒരു പറഞ്ഞു തന്നതാണത്. അൽ മുദ്ദു എന്ന് പറഞ്ഞാൽ റിതുലുൻ വസുലുസുഹു നമ്മൾ കിതാബ് പറയാറുള്ളതാണ്. കണ്ടോളി. ഖുൽതു അൽ അസ്ഹു വൽ മുദ്ദു. ഇവിടെ ദിർഹം കൊണ്ട് തന്നെ കണക്കാക്കി തന്നിട്ടുണ്ടേ, ചിലപ്പം റിതുൽ കൊണ്ട് കണക്കാക്കി തരുന്നുണ്ട്. അൽ അസ്ഹു വൽ മുദ്ദു 171 വസലാസത്തു അസ്ബാഇ ദിർഹം. മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? 171 സലാസത്തു അസ്ബാഇ ദിർഹം. സലാസത്തു അസ്ബായിനെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അവിടെ നമ്മൾ പോയിന്റ് ആക്കിയത്, 0.4286. അപ്പോൾ 171.4286 അത്ര ദിർഹമാണെന്നാണ് പറഞ്ഞത്. അത്ര ദിർഹമാന്ന് പറയുമ്പോൾ ദിർഹമിൻ്റെ ഗ്രാം കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ ടോട്ടലിൻ്റെ ഗ്രാം നമുക്ക് കിട്ടും. 0.2.975 കൊണ്ട് ഗുണിച്ചപ്പോൾ ടോട്ടൽ ഗ്രാം കിട്ടി 510 ഗ്രാമാണ്. അപ്പോൾ ഒരു മുദ്ദ് എത്ര ഗ്രാമാണ്? 510 ഗ്രാമാകുന്നു എന്ന് നമുക്ക് കിട്ടി. അസ്സാഉ ഖുൽതു അൽ അസ്ഹു അന്നസാ. ഇവിടെ ഇങ്ങനെ കണക്കാക്കി തന്നിട്ടുണ്ട്. പിന്നെ ദിർഹമിലൂടെ തന്നെയാണ് കണക്കാക്കി തന്നത് കൻസുർ റാവി. പിന്നല്ലേ 171.4286 നമ്മൾ എന്താക്കിയാൽ മതി, 4 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം അസ്സാഉ അർബഅത്തു അംദാദിൻ എന്നുള്ളൊരു പറഞ്ഞല്ലേ. ഏതായാലും അത് മുപ്പര് ദിർഹമിൽ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. സാഴ് എത്രയാണ്? 685 സിത്തുമിയത്തിൻ വഹംസത്തും വഹമാനൂന ദിർഹമൻ. 685 വഹംസത്തു അസ്ബാഇ ദിർഹമിൻ. 5 സുബുകളും. 5 സുബുകൾ എന്ന് പറഞ്ഞാൽ 5 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ 0.7143 അതിന് നമുക്കത് ടോട്ടൽ എത്ര ഗ്രാമാണെന്ന് തിരിയണോ? 2.975 ആകുന്ന ഗ്രാം ദിർഹമിൻ്റെ വസനോട്ട് ഗുണിക്കണം. അപ്പം എത്ര കിട്ടും? 2040 കിട്ടും. ഇത് നമുക്കിപ്പോൾ തന്നെ മേലേന്ന് കിട്ടിയതാണ്. കാരണം മുദ്ദ് എന്ന് പറഞ്ഞാൽ 510 എന്ന് പറഞ്ഞാൽ അർബഅത്തു അംദാദ സഹായം എന്ന് പറഞ്ഞാൽ 510 നേരെ 4 ഗുണിക്കാനേ ഉള്ളൂ. 2040 510 × 4 എന്ന് പറഞ്ഞാൽ 2040 അല്ലേ. അപ്പോൾ സായിൻ്റെ വസനം എത്രയാണ്? 2040 ഗ്രാമാണ്. 2040 ഗ്രാം. അപ്പം നമ്മൾ പിന്നെ 3 കിലോ കൊടുത്താളാ എന്നൊക്കെ പറയലില്ലേ. 2040 കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ 3 കിലോ കൊടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ച വരുമല്ലോ. നിസാബുൻ നബാത്തി. നബാത്തിൻ്റെ നിസാബ് നമ്മളെ ചർച്ച. നിസാബുൻ നബാത്തി 5 ഔസുഖിൻ 5 വസഖുകൾ ആണ്. അങ്ങനെ കിതാബിൽ ആദ്യം പറയാം. വൽ വസഖു 60 സാഅൻ. ഒരു വസഖ് 60 സാ. അപ്പോൾ 5 300 5 60 300 സായി അല്ലേ. ഫഹുവ. അപ്പോൾ 60 സാ എന്ന് പറഞ്ഞാൽ അതിനെങ്ങ് വസനാക്കിയാൽ എത്രയായി? അപ്പോൾ ഒരു വസഖിൻ്റെ വസന് കിട്ടുമല്ലോ. ഒരു വസഖ് 60 സാ ആണ്. ഒരു സായിൻ്റെ വസന് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 2040 ഗ്രാമാണ്. അപ്പോൾ 60 സാ 60 × 2040 1,22,400 ഗ്രാം എന്നായി. അതായത് 122 കിലോ 400 ഗ്രാം. ഇതിപ്പോൾ എന്താണ്? ഒരു വസഖാണേ.
ഫൈദാ ദറബ്നാഹു ഫിൽ ഖംസത്തി യുൻതിജു നിസാബൻ നബാത്തി. ഇതിന് നമ്മൾ 5 ഗുണിച്ചാൽ 5 വസഖായി കിട്ടുമല്ലോ. 5 × 1,22,400 ഗ്രാം സമം 6,12,000 ഗ്രാം അഥവാ 612 കിലോഗ്രാം. ഇതിപ്പോൾ എന്താണ്? നിസാബുൻ നബാത്താണ്. ഇത്രയാണ് ഒരാളുടെ അരി. കൃഷി ചെയ്തിട്ട് അരിയുള്ളത് ഇത്രയാണ്. 612 കിലോ അരി ഒരാൾക്ക് കൃഷി ഇടത്തിൽ നിന്ന് കിട്ടിയാൽ അയാൾ നിസാബുള്ള കൃഷിക്കാരനാണ്, അയാൾ സക്കാത്ത് കൊടുക്കേണ്ട കൃഷിക്കാരനാണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാണ്, അല്ല മൂല്യം നിങ്ങൾ ഈ സാവും മുദ്ദൽ ഇങ്ങനെ കിലോ പറയുന്നത്, അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഖഹാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലർക്കത് ആവശ്യം വരും, ഈ അളവ് പാത്രമൊന്നും ലഭ്യമല്ലാത്തടത്ത്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, വാരിദായ കൈല് തന്നെ കൊടുക്കണമെന്നാണ് വാജിബ്. ഫിമാ വറദ ഫി ശറഇ കൈലാ, ശറഇൽ കൈലായി വാരിദായതിൽ കൈല് തന്നെ കൊടുക്കണമെന്നാണ് വാജിബെന്ന് നമ്മൾ പറയുന്നുണ്ട്. വന്ന തഖദീറഹു ബിൽ വസ്നി ലിൽ ഇസ്തിൽഹാർ, അങ്ങനെ കൈലായിട്ട് വാരിദായതിനെ വസ്ന് കൊണ്ട് കണക്കാക്കലാകുന്നത് അതൊരു ഇസ്തിൽഹാറിന് വേണ്ടിയാണ്. ഇസ്തിൽഹാറിൻ്റെ അർത്ഥം നമ്മൾ പറയൂ, ചിലർ ഹെത്തിയാത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്, ഹെത്തിയാത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ദുഹൂറിനെ തടാൻ വേണ്ടി, അല്ലേ? മനസ്സിലായി നമുക്ക്. അതും ഇതും ഇവരിവനെ ഏതായാലും കണക്കാക്കിയിട്ടുണ്ടല്ലോ. ഏതിനെ? നമ്മൾ ദിർഹം മുഖേനൊക്കെ എന്നെല്ലാം കണക്കാക്കിയല്ലോ. എന്തിനായിരുന്നു കണക്കാക്കിയത്? ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാനല്ലേ? അതെ. ഇസ്തിൽഹാറിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ ടിപ്പണി കൊടുത്തിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇഹ്തിയാത്തിന് വേണ്ടി ഇത് വെച്ചോളി, ഒരർത്ഥം അതാണ്. ഇഹ്തിയാത്തിന് വേണ്ടിയാണ് കണക്കാക്കുന്നത്. പിന്നെ അല്ലാതെ കൊടുക്കാൻ വേണ്ടി എന്താണ് നമ്മൾ കണക്കാക്കേണ്ടത്? കയ്യിൽ വാരിതായാൽ ആ കയ്യിൽ നമ്മൾ കൊടുത്തിരിക്കണം. വസന് കായിനമാക്കാനാണ് നമ്മൾ നോക്കുന്നേ ഇല്ല. ആ പാത്രത്തിൽ ഫില്ല് ചെയ്ത് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. വസന് കൂടിയാലും വേണ്ടിയില്ല, കുറഞ്ഞാലും വേണ്ടിയില്ല എന്ന് നമ്മൾ ശേഷം പറയുന്നുണ്ട്. അവിടെയൊക്കെ പിന്നെ ഈ വസന് നോക്കുന്നത്, വസന് നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ്? ഒരു ഇഹ്തിയാത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു തരുകയാണ്. പിന്നെന്താണ്? അപ്പോൾ ഇതും കൂടി പരിഗണിക്കുന്ന അവസരത്തിൽ അവരിങ്ങനെ കണക്കാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ഒരു സംശയം പിന്നെ വരേണ്ടിയില്ല. ഇതും കൂടി അങ്ങ് ഉറപ്പിച്ചാലും റാഹത്തല്ല. അൽ ഊഖിയ്യത്തു, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്തിൽഹാർ പിന്നെ ചർച്ച വരുമ്പോൾ വിശദീകരിച്ച് പറയും. അൽ ഊഖിയ്യത്തു, ഊഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ ഊഖിയ്യത്തു ബിളമ്മിൽ ഹംസതി വ തശ്ദീദിൽ യാഇ 40 ദിർഹമൻ. ഊഖിയ്യ എത്രയാണ്? 40 ദിർഹമാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. കൻസുർ റാഗിബിയിലുണ്ട് 40 × 2.975 119 ഗ്രാം. ഇതിൽ നിങ്ങൾക്ക് ഗുണിച്ച് നോക്കാം, കാൽക്കുലേറ്റർ മൊബൈൽ നോക്കിയാൽ മതി, ഉറപ്പുവരുത്താം. 119 ഗ്രാമാണ് ഒരു ഊഖിയ. പല സ്ഥലത്തും നമ്മൾ ഇത്ര ഊഖിയ എന്നെല്ലാം പറയും. റസൂലുള്ളാഹിൻ്റെ മഹർ പറയുന്നിടത്തെല്ലാം. പിന്നെന്താണ്? 12 ഊഖിയയും നഷും ആയിരുന്നു. നഷ് എന്ന് പറഞ്ഞാൽ നിഷ്ഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 12.5 ഊഖിയാണ് കൊടുത്തത്. 12.5 ഊഖിയ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു അല്ലേ, എത്രയാണെന്നുള്ളത്, എത്ര ഗ്രാമാണെന്നുള്ളത്. അതെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഫീമാ ദൂന ഖംസി അവാഖിൻ മിനൽ വരിഖി സദഖ, റവാഹു ശൈഖാൻ. പിന്നെ 5 വരിഖിനെ, 5 ഊഖിയ വരിഖിനേക്കാൾ താഴെയുള്ളതിൽ സദഖയില്ല. അപ്പോൾ സക്കാത്തിൻ്റെ നിസാബ് 5 ഊഖിയയാകുന്നു. 5 ഊഖിയ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 × 119 595. അത് തന്നെയാണ് നമ്മൾ നിസാബുൽ ഫിദ്ദത്തി പിന്നെ 100 ദിർഹം എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. അതന്നല്ലേ റെഡിയാണ് സാധനം. 200 × 2.975 595 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് തങ്ങൾ അവാഖി മുഖേന പറഞ്ഞു, റെഡിയാണ്. അൽ മുത്അത്തു, മുത്അത്ത് അതായത് തലാഖില്ല കൊടുക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, മുത്അത്ത്. വയുസ്തഹബ്ബു അല്ലാ തൻഖുസൽ മുത്അത്തു അൻ 30 ദിർഹം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് മനസ്സിലായി. 89.4 ഗ്രാം ഉണ്ടാകുക. നമുക്ക് ആവശ്യം വരുന്ന ചില കോട്ടിങ് കൊടുത്തതന്നേ ഉള്ളൂ. വലഹു അയൽ മസ്റൂഖി,
സിത്തത്തു ഷുറൂത്തിൻ അല്ലവ്വലു നിസാബ്. അതെ, കട്ട കൈമുറിച്ചി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒപ്പര മുട്ടായി കട്ടാലൊന്നും കൈമുറിക്കൂല. സിത്തത്ത് ഷുറൂത്തുണ്ട്. അല്ലവ്വലു നിസാബ്, അത് നിസാബിൻ്റെ കതിർ കക്കണം. റുബൂ ദീനാറാണ്, അല്ലെങ്കിൽ റുബൂ ദീനാർ കൊണ്ട് തഖ്വീം. റുബൂ ദീനാർ അങ്ങനെ തന്നെ കട്ടതാണ്, അല്ലെങ്കിൽ റുബൂ ദീനാർ വിലയുള്ള സാധനം കട്ടതാണ്. ഫയുഖ്തഉ ബി റുബൂ ദീനാരിൻ, അപ്പോൾ റുബൂ ദീനാർ കൊണ്ട് കൈമുറിക്കണം. അപ്പോൾ റുബൂ ദീനാർ അത്രയാണ് 1.0625 ഗ്രാമാണ്. ഖദറുൽ മഹരി, മഹറിൻ്റെ അടുത്തും ചർച്ച ഉണ്ട്. വല്ലാ യൻഖുസ, മഹർ കുറയാതിരിക്കലും സുന്നത്താണ്. നശറത്തി ദറാഹിമ, 10 ദിർഹമിനേക്കാൾ താഴെയാവണ്ട, ഖാലിസത്തായ. ലഅന്ന അബാ ഹനീഫത റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ലാ യുജവ്വിസു ഇൻദ തസ്മിയതി അഖല്ല മിൻഹ, 10നേക്കാൾ കുറഞ്ഞത് പറയൽ അനുവദിക്കുന്നില്ല. പിന്നെ എന്തും സുന്നത്താണ്. തർക്കുൽ മുഗാലാത്തി ഫീഹി, അതിൽ പിന്നെ കൂട്ടിപ്പറയൽ ഒഴിവാക്കലും എന്താണ്? മുഗാലാത്ത് അല്ലേ, ഗലാ ചെയ്യൽ എന്താണ്? അതിൽ ഉപേക്ഷിക്കലും സുന്നത്താണ്. വലാ യസീദ അലാ 500 ദിർഹമി ഫിദ്ദത്തിൻ അല്ലേ, 500 ദിർഹമിൻ ഫിദ്ദത്തൻ ഖാലിസത്തൻ, അല്ലെങ്കിൽ ഫിദ്ദത്തിൻ ഖാലിസത്തിൻ. 500 ദിർഹം, അതിനേക്കാൾ ഏറാനും പാടില്ല മഹർ. അപ്പോൾ അത് സുന്നത്താണ്, കുറ്റേണ്ടതൊന്നല്ല, അറിയാലോ. 10 ദിർഹമിനേക്കാൾ കുറയാതിരിക്കലും 500 ദിർഹമിനേക്കാൾ പിന്നെന്താണ് കൂടാതിരിക്കലും സുന്നത്താണ്. അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നർത്ഥം. ഒക്കെ നമുക്ക് ഇത് കിട്ടിയതുകൊണ്ട് അതെല്ലാം കിട്ടിയല്ലോ എന്നാണ് പറയുന്നത്. ഖദറു സറഫി, സറഫിൻ്റെ ഖദർ. സറഫ് എന്ന് പറഞ്ഞാൽ എന്താ? അമിതം ചെയ്യൽ. വല്ല സഹു തഹ്രീമുൽ മുബാലഗത്തി ഫി സറഫ്, ചെറിയ സറഫൊന്നും പ്രശ്നമില്ല. മുബാലഗത്തുൻ ഫി സറഫ് ഹറാമാണ്. ഫീ കുല്ലി മാ ഉബീഹ മിമ്മാ മറ, മേൽ നടന്നതിൽ നിന്നും അനുവദിക്കപ്പെട്ടതിലെ മുബാലഗത്തുൻ ഫി സറഫ് ആയാൽ ഹറാമായി പോയി. ചെറിയ സറഫൊന്നും പ്രശ്നമാകണ്ട. അതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. മുബാലഗത്തു സറഫിൻ്റെ ഉദാഹരണമാണ് ഖൽഖാലിൻ വസ്നുഹു 100 ദീനാർ. ഖൽഖാൽ എന്ന് പറഞ്ഞാൽ ഒരു പെയർ എന്നല്ല, ഇപ്പോൾ ഒരു കാലിലിടുന്നല്ല കേട്ടാ. ഐ മജ്മൂ ഫർദത്തൈഹി 100 ദീനാരിന്നാണ്. വസ്നുഹു ഐ മജ്മൂഇ ഫർദത്തൈഹി ലാ ഇഹ്ദാഹുമ, രണ്ടിലൊന്നിൻ്റെ മാത്രമല്ല കേട്ടാ, രണ്ടും കൂടിയിട്ട് 100 ദീനാർ ഉണ്ടായാൽ തന്നെ പ്രശ്നമാണ്. ഒന്ന് മാത്രം 100 ദീനാർ ഉണ്ടായാൽ മാത്രമല്ല പ്രശ്നം ഉണ്ടായാൽ എന്നർത്ഥം. ഒന്ന് തന്നെ 100 ദീനാർ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. രണ്ടെണ്ണം കൂടിയിട്ട് 100 ദീനാർ ഉണ്ടെങ്കിൽ പ്രശ്നമാവില്ല എന്ന് മനസ്സിലാക്കിയേക്കണ്ട. ഖൽഖാൽ എന്ന് പറഞ്ഞാൽ ഖൽഖാൽ ജോഡിയാണ്, പാദസര ജോഡി, ഒരു പെണ്ണിൻ്റെ പാദസരം. മജ്മൂ ഫർദത്തൈഹി ലാ ഇഹ്ദാഹുമ, പാദസരത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും മജ്മൂ, ഒന്നല്ലേ, ഒന്ന് മാത്രമല്ല. ഖിലാഫൽ ഇമാം വഹിമ, ചിലർക്ക് തോന്നി ഓരോന്നും കൂടി 100 ദീനാർ ഉണ്ടായാലേ ഇസ്റാഫും മുബാലഗയാവുള്ളൂ എന്ന്. അല്ല, ഒരൊറ്റ പീസ് മാത്രമല്ല, 2 പീസും കൂടിയിട്ട് തന്നെയും 100 ദീനാർ ഉണ്ടെങ്കിൽ അത് സറഫ് തന്നെയാണ്. 200 × 4.25 എത്രയാ? 100 ദീനാർ എന്ന് പറഞ്ഞാൽ 850 ഗ്രാമായി. അപ്പോൾ ഒന്നും കൂടി നമ്മൾ തൗദീഹാക്കിയതാണ്. ഫഫർദത്തും മിൻ ഖൽഖാലിൻ ബലഗ വസ്നുഹാ 425 ഗ്രാമൻ യഹ്റുമുൽ ലുബ്സുഹ. അപ്പോൾ 425 ഗ്രാം ഒരു പാദസരം, 425 ഗ്രാം ഉണ്ട്. മറ്റേ പാദസരം 425 ഗ്രാം ഉണ്ട്, 850. അപ്പോൾ 425 ഗ്രാമുള്ള ഒരു പാദസരം, ഒറ്റ പീസ് ഒരു കാലം വരെയുള്ളത് തന്നെ 425 ഗ്രാം ഉണ്ടോ? അത് ഹറാമിൻ്റെ ഖദർ എത്തിയിട്ടുണ്ട്. അതിൽ സക്കാത്തെല്ലാം കൊടുക്കേണ്ടി വരും. അത് ഉപയോഗിക്കൽ ഹറാമമാകുന്നു. ഇനി നമ്മൾ ഹബ്ബത്തു ഷഈർ കുറേ കാലമായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാം ഇപ്പം മനസ്സിലായല്ലോ. വൽമിസ്കാലു വലം യതഗയ്യർ ജാഹിലിയത്തൻ വലാ ഇസ്ലാമൻ സിന്താനി വസബഊന ഹബ്ബത്താണ്, 72 ഹബ്ബത്താന്ന് പറഞ്ഞ് ലം തുഖ്ശർ അല്ലേ, അതേ പറഞ്ഞതാ. ഫവസ്നു ഹബ്ബത്തി ഷഈറിൻ, അപ്പോൾ ഹബ്ബത്ത് ഷഈറിൻ്റെ വസ്ന് പോലും കണക്കാക്കിയ അനുസരിച്ച് ഇപ്പം ദീനാർ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി 0.0590 ആയിരിക്കും. എന്ത് 0.059 0.059 ഗ്രാമാണ് ഒരു ഹബ്ബത്ത് ഷഈറിന് ഇപ്പം വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയിൽ ആവശ്യമുണ്ട് അത് അപ്ലൈ ചെയ്യാം. അൽ ഖിറാത്തു വൽ മിസ്കാലു, കാരണം 4.25 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ദീനാർ, അത് 22 ഹബ്ബത്താന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 22 അരിച്ചാൽ മതിയല്ലോ, അങ്ങനെ അരിച്ചിട്ട് കിട്ടിയ ജവാബാണ്. അൽ ഖിറാത്തു, ഖിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ പറയും ഇത്ര ഖിറാത്ത് എന്നെല്ലാം പറയും. വൽ മിസ്കാലിനെ പറ്റി പറയുന്നതാ 24 ഖിറാത്താണല്ലോ.
24 ഖിറാത്ത്. വൽ ഖിറാത്തു എന്ന് പറഞ്ഞാൽ സലാസു ഷഈറാത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സലാസു ഷഈറാത്താണെന്ന് പറയുമ്പോൾ നമ്മളെന്തായി ഈ പറഞ്ഞ 0.589 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ 0.17 അത്ര ഗ്രാമാണ് ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ കിട്ടി. ഇനി ദാനിഖ് നേരത്തെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. വദ്ദിർഹമു ഇഖ്തലഫ വസ്നുഹു ജാഹിലിയ്യത്തൻ വ ഇസ്ലാമൻ സുമ്മ ഇസ്തഖറ അലാ അന്നഹു സിത്തത്തു ദവാനിഖാൻ. വദ്ദാനിഖു സമാനു ഹബ്ബാത്തിൻ വ ഖുംസ ഹബ്ബത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8 ഹബ്ബത്തും 2 ഖുംസുകളാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഹബ്ബത്തിൻ്റെ വസന കിട്ടിയോണ്ട് ദാനിക്ക് കിട്ടാൻ പോവാണ് അല്ലേ. ഒരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ 8 ഹബ്ബത്തും ഖുംസ ഹബ്ബത്തും എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. ഫദ്ദിർഹമു ഖംസൂന ഹബ്ബത്തുൻ ഖുംസ ഹബ്ബത്തിൻ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോവാണ് 2.975 എന്ന ദിർഹമിനെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ എന്ത് മനസ്സിലാക്കാൻ കഴിയൂ? ഒരു ദാനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയാണ് 0.4958. അത്ര ഗ്രാമാണ് എന്ത് ഒരു ദാനിഖ എന്ന് പറയുന്നത്. വഫി തയമ്മുമി മിന തുഹ്ഫത്തി ഇദ് ദാനിഖും മിനൽ മാലി ഖൈറും മിൻഹു എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദാനിഖ് എന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഇതാണ് ദാനിഖ്. 1/2 ഗ്രാം പോലും ഇല്ല. 0.4958. 0.5 ഉണ്ടെങ്കിൽ 1/2 ഗ്രാം ആവുമല്ലോ. 1/2 ഗ്രാമിന് കുറച്ച് കുറവ്. അതാണ് ഈ ദാനിഖ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജദ്വലുൽ മവാസീൻ കൊടുക്കുകയാണ്. അത് ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായ മിസ്കാൽ അഥവാ ദീനാർ 4.25, ഫില്ലത്ത് ദിർഹം 2. ദാനിഖ് എന്ന് പറഞ്ഞാൽ അത്ര, ഇത്തുൽ ബഗ്ദാദ് അത്ര, കുല്ലത്താനി അത്രയും. റെഡി. നമ്മൾ അൽഹംദുലില്ലാ 1ാമത്തെ ഫസ്ൽ നമ്മൾ കഴിഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.